വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊന്ന് റിട്ടയർമെൻറ്റിന് റിവാലുവേഷൻ പഠിച്ചാലോ? ഉഷാറാണോ? ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാം കേട്ടോ. അത് സിമ്പിളായിട്ട് ഇങ്ങനെ റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അതിൽ നമ്മുടെ വാരിയർ ബാച്ച് റണ്ണിങ് ആണ്. അടിപൊളിയായിട്ട് പിള്ളേർ അതിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ, താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ. സോ റീവാലുവേഷൻ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യമുള്ളൂ. നമുക്ക് അവിടെ ലാഭമാണെങ്കിൽ റീവാലുവേഷനെ ക്രെഡിറ്റ് ചെയ്യണം, നമുക്ക് നഷ്ടമാണെങ്കിൽ റീവാലുവേഷനെ ഡെബിറ്റ് ചെയ്യണം. എപ്പോഴൊക്കെയാണ് ലാഭം വരുന്നത്? അസറ്റ് കൂടി, ലയബിലിറ്റി കുറഞ്ഞു, അൺറെക്കോർഡ് അസറ്റ് ഉണ്ട്, അതൊക്കെയാണ് ലാഭം. നഷ്ടമോ? ഇതിൻ്റെ നേരെ തിരിച്ച് ലയബിലിറ്റി കൂടി, അസറ്റ് കുറഞ്ഞു, അൺറെക്കോർഡ് ലയബിലിറ്റി ഉണ്ട്. ഈ 6 സിറ്റുവേഷൻ നമ്മൾ റീവാലുവേഷനിൽ എഴുതുള്ളൂ. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ ഗീത റിട്ടയർ ആയി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞത്? മെഷീൻ വാല്യൂ ചെയ്തപ്പോൾ 1,40,000. പണ്ടത്തെ വില എത്രയാണ്? 1,50,000. ഇപ്പോൾ 1,40,000. വില കുറഞ്ഞില്ലേ? നഷ്ടമല്ലേ? നഷ്ടം വരുമ്പോൾ ഡെബിറ്റ് സൈഡിൽ റീവാലുവേഷൻ അക്കൗണ്ട് വരച്ചിട്ട് ഡെബിറ്റ് സൈഡിൽ മെഷീനറി 10,000 എന്ന് എഴുതണം. കണ്ടോ? അങ്ങനെയാണ് മെഷീനറി 10,000 എന്ന് എഴുതിയത്. ഇനി പേറ്റന്റ് അറ്റ് 40,000. പേറ്റന്റ് പണ്ട് എത്രയായിരുന്നു? 30,000 ആയിരുന്നു. ഇപ്പം 40,000 ഉണ്ട്. അസറ്റ് കൂടി, ലാഭമല്ലേ? ലാഭമാകുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണ്ടേ? ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. പേറ്റന്റ് 10,000 എന്ന് ഡിഫറൻസ് എഴുതിയാൽ മതി. അപ്പോൾ ആ പേറ്റന്റ് 10,000 എന്ന് എഴുതി. ദെൻ ബിൽഡിംഗ് 1,25,000. പണ്ട് ബിൽഡിംഗ് എത്രയായിരുന്നു? 1,00,000 ആയിരുന്നു. ഇപ്പം 1,25,000 ആയി. 25,000 കൂടി, അസറ്റ് കൂടിയ ലാഭമല്ലേ? ലാഭം വരുമ്പോൾ റീവാലുവേഷൻ ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് സൈഡിൽ 25,000 ബിൽഡിംഗ് 25,000. അത്രയേ ഉള്ളൂ പിള്ളേരെ, ഇത്രയേ ഉള്ളൂ. റിവാലുവേഷൻ കൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിരിക്കും ഒത്തിരി തന്നെ. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ടോട്ടൽ ചെയ്യാം 35,000. ഇവിടെയാണ് 10,000. കുറച്ച് കഴിയുമ്പോൾ 25,000. അത് 3 പാർട്ട്നേഴ്സ് ഉണ്ട്. 3 പേരെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 3:2:1. അപ്പോൾ 3:2:1 എന്ന് പറയുമ്പോൾ 3 + 2 5, 5 + 1 6, 3/6, 2/6, 1/6. ആ ഒരു പ്രൊപ്പോർഷനിൽ വീതിച്ചു. അത് ഈ 25,000-നെ 25,000 × 3/6, 25,000 × 2/6, 25,000 × 1/6. ഇത്രയേ ഉള്ളൂ. ഇത്രയ്ക്കും സിമ്പിളായിട്ടാണ് റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ പഠിപ്പിച്ചിരുന്നത്. ഇത് ബുദ്ധിമുട്ടാണെന്ന് കരുതി ഇപ്പോൾ എളുപ്പമാണെന്ന് തോന്നിയവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, റിട്ടയർമെൻറ്റിൽ റിവാലുവേഷൻ അക്കൗണ്ട് ഒരു പ്രോബ്ലം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് പഠിച്ചിട്ട് പോകണം. ഇതേപോലെ ഓരോ ടോപ്പിക്സും സൂപ്പർ ഈസി ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാതെ കേട്ടോ. താങ്ക് യു.